ഹായ് ഡിയർ ഫ്രണ്ട്സ്, PSC പരീക്ഷകൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. കഴിഞ്ഞ 12 വർഷങ്ങളിലായി ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ച 100 ചോദ്യങ്ങളും പ്രധാനപ്പെട്ട അനുബന്ധ വസ്തുക്കളും. ഒന്നാമത്തെ ചോദ്യം: ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവശ്യമായ കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 25 വയസ്സ്. നെക്സ്റ്റ്: ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 6 വർഷം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പോളിംഗ് ബൂത്ത് പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥൻ, പ്രിസൈഡിംഗ് ഓഫീസർ. ഇന്ത്യൻ പ്രസിഡന്റ് തന്റെ രാജിക്കത്ത് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ഉപരാഷ്ട്രപതിക്കാണ് ഇന്ത്യൻ പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് ത്രിതല പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൽ ഏറ്റവും താഴെയുള്ള തലം ഗ്രാമപഞ്ചായത്ത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി TN ശേഷനാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം നിർവാചൻ സദൻ. ഇന്ത്യയിലെ ആദ്യ ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യ ഇലക്ഷൻ കമ്മീഷണർ. ഇന്ത്യയിൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത VS രമാദേവി. VS രമാദേവിയാണ് ഇന്ത്യയിൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത. നെക്സ്റ്റ്: ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ആമുഖം എന്ന ആശയം കടം കൊണ്ടത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകം കൊണ്ടാണ്. നെക്സ്റ്റ്: മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 4A. ഭാഗം 4A. നെക്സ്റ്റ്: ലോകസഭയുടെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി കാലാവധി 6 മാസം. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോർപ്പറേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 21 വയസ്സ്. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ദിവസം, വർഷം, മാസം 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ലോക്സഭയിൽ നാമനിർദ്ദേശപ്രകാരം എത്തുന്ന അംഗങ്ങളുടെ എണ്ണം 2. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ S രാധാകൃഷ്ണനാണ്.
സുപ്രീം കോടതി ജഡ്ജിമാരുടെ പെൻഷൻ പ്രായം 65 വയസ്സ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലികാവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. കേന്ദ്ര ഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? കേരള ഹൈക്കോടതിയുടെ പരിധിയിലാണ് ലക്ഷദ്വീപ്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? ഭാഗം പാർട്ട് 3-ലാണ്. ഭാഗം 3-ലാണ്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? റഷ്യ. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആദ്യമായി നടന്ന വർഷം 1961-ലാണ് ആദ്യമായി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടന്നത്. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 265-ാം വകുപ്പാണ് നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ 22. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? 42-ാം ഭേദഗതി അനുസരിച്ചാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജിന് നിയമസാധ്യത ലഭിച്ചത് 1992-ലെ 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജിന് നിയമ സാധ്യത ലഭിച്ചത്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ഇന്ത്യൻ പഞ്ചായത്തി രാജ് പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. ഇന്ത്യൻ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യമായ നിയമോപദേശം നൽകുന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന് ആവശ്യമായ നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലാണ് ഇന്ത്യൻ ഗവൺമെന്റിന് ആവശ്യമായ നിയമോപദേശം നൽകുന്നത്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 370. ഇപ്പോൾ ഈ പദവി എടുത്തു കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എടുത്തു കളഞ്ഞ പദവി ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. 370. പഞ്ചായത്ത് രാജ് നിയമത്തിന് ആധാരമായ ഭരണഘടനാ ഭേദഗതി എത്രാമത്തെയാണ്? പഞ്ചായത്ത് രാജ് നിയമത്തിന് ആധാരമായ ഭരണഘടനാ ഭേദഗതി 73-ാം ഭേദഗതിയാണ്. രാജ്യസഭാംഗം ആകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 30 വയസ്സ്. രാജ്യസഭാംഗമാവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്.
കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന പ്രസിദ്ധമായ കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന ആശയം ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്? ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടന റിപ്പബ്ലിക് എന്ന ആശയം കടം കൊണ്ടത് ഫ്രാൻസിൽ നിന്നാണ്. നിയമവിരുദ്ധമായി തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി സമർപ്പിക്കുന്ന റിട്ട് പെറ്റീഷൻ ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭാംഗങ്ങളുടെ കാലാവധി, രാജ്യസഭയുടെയല്ല, രാജ്യസഭാംഗങ്ങളുടെ കാലാവധി 6 വർഷം. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനും മൗലിക അവകാശം ഉണ്ടായിരുന്നു. 1978 ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് അവകാശം നഷ്ടപ്പെട്ടു. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനും ഉണ്ടായിരുന്ന മൗലികാവകാശം നിഷേധിക്കപ്പെട്ട നഷ്ടപ്പെട്ട ഭരണഘടനാ ഭേദഗതി? 44ാം ഭേദഗതിയാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡൻ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാടാണ് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ സംസ്ഥാനം. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന. ഇന്ത്യയുടെ പ്രഥമ നിയമ ഓഫീസർ അറ്റോർണി ജനറൽ. ഇന്ത്യയുടെ രണ്ടാമത്തെ നിയമ ഓഫീസർ സോളിസിറ്റർ ജനറൽ. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലെ ഓഫീസറെ അറിയപ്പെടുന്നത് അഡ്വക്കേറ്റ് ജനറൽ എന്ന്. ഭരണഘടനയിൽ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം 108. സംയുക്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ ലോക്സഭ സ്പീക്കറാണ്. സംയുക്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാൻ അവകാശമുള്ളത് രാഷ്ട്രപതിക്കാണ്. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ആദ്യ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടിയത് എന്നാണ്, എന്തിനാണ്? 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായി സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്നറിയപ്പെടുന്നത് ഭരണഘടനയുടെ ആമുഖമാണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖം തന്നെ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങൾ. ഒരു ബിൽ പാസാക്കുന്നതിന് മുമ്പ് ആ ബിൽ എത്ര തവണ പാർലമെന്റിൽ വായിക്കുന്നുണ്ട്? 3 തവണ. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത്? 12 പേരെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്.
ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1961 മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സർക്കാരുകൾ തമ്മിലുണ്ടാകുന്ന അവകാശ തർക്കങ്ങൾ വിചാരണ ചെയ്യാൻ അധികാരമുള്ള കോടതി. സുപ്രീം കോടതിക്കാണ് സർക്കാരുകൾ തമ്മിലുണ്ടാകുന്ന അവകാശ തർക്കങ്ങൾ വിചാരണ ചെയ്യാൻ അധികാരമുള്ളത്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഹേബിയസ് കോർപ്പസ് എന്നതിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്നതിൻ്റെ അർത്ഥം. സംസ്ഥാന ഭരണ തലവൻ ഗവർണറാണ് സംസ്ഥാന ഭരണ തലവൻ. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 324. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് കോടതികളാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനർസംഘടനയ്ക്കായി നിയോഗിച്ച കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനർസംഘടനയ്ക്കായി നിയോഗിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. സംസ്ഥാന ഗവർണർ ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. സംസ്ഥാന ഗവർണർ ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായമാണ് 35 വയസ്സ്. ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ജസ്റ്റിസാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്നതിന് എത്ര വയസ്സ് തികഞ്ഞിരിക്കണം? ഇന്ത്യൻ രാഷ്ട്രപതി ആവുന്നതിന് 35 വയസ്സ് തന്നെയാണ്. അതുപോലെ ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് 24. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു? ഇന്ത്യൻ ഭരണഘടന 6 മൗലികാവകാശങ്ങൾ നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി ഏത്? സുപ്രീം കോടതി. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ പ്രസിഡന്റിനെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനം ഇംപീച്ച്മെന്റ്. ഇന്ത്യൻ പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഇംപീച്ച്മെന്റ്. ഇന്ത്യയിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലയിൽപ്പെടാത്ത തിരഞ്ഞെടുപ്പ്
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലയിൽ പെടാത്തത്. ഒരു ലോകസഭാ അംഗത്തിന്റെ കാലാവധി 5 വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നടപ്പാക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നൽകാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 ആണ്. തുടർച്ചയായി 2 തവണ ഇന്ത്യൻ രാഷ്ട്രപതി ആയത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് തുടർച്ചയായി 2 തവണ ഇന്ത്യൻ രാഷ്ട്രപതി ആയത്. പാർലമെന്റിൽ 0 അവർ എന്നറിയപ്പെടുന്ന സമയം സാധാരണയായി ഉച്ചയ്ക്ക് 12-നും 1-നും ഇടയ്ക്കുള്ള സമയമാണ് പാർലമെന്റിൽ 0 അവർ എന്നറിയപ്പെടുന്നത്. രാജ്യസഭയുടെ കാലാവധി, രാജ്യസഭാംഗങ്ങളുടെ കാലാവധിയല്ല, രാജ്യസഭയുടെ കാലാവധി. രാജ്യസഭ ഒരു സ്ഥിരം സമിതിയാണ്. ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ ക്വസ്റ്റ്യൻ അവർ ആണ്. ലോകസഭ ആരംഭിച്ചാൽ ആദ്യത്തെ സെഷൻ. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പ്രസിഡന്റിനാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതിനുള്ള അധികാരമുള്ളത്. കേന്ദ്ര ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന വ്യക്തി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി. കേന്ദ്ര ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന വ്യക്തി കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ഇന്ത്യയിൽ ആർക്കാണ് ലോകസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത്? പ്രസിഡന്റിനാണ് ഇന്ത്യയിൽ ലോകസഭ പിരിച്ചുവിടാൻ അധികാരം.